ഹായ് ഓൾ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. എസ്പെഷ്യലി ഡിസംബർ 2024 നടന്ന നെറ്റ് സൈക്കോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ എൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. So the first question that we are going to discuss today is arrange the development of language through the examples given below. Option A is adding consonant sound to the vowel. Option B, making vowel-like sounds. Option C, one word speech like some noun. Use of grammatical terms and increase in length of sentence. Simple sentence using nouns, verbs and adjectives. ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്തായിരിക്കും? ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഉള്ള ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഓർഡർ കറക്റ്റ്ലി ഏതായിരിക്കും ഈ ഓപ്ഷൻസിൽ? The correct answer is option 1, which includes B, starting from B, which is making vowel-like sounds, pinne adding consonant sound to the vowel, pinne one word speech like some noun, adu kayinittu some simple sentences using nouns, verbs and adjectives, and finally use of grammatical terms and increase in the length of sentence. So enganeyanu ee optionilekku vanna namukku nokkam. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് വന്നത്. സോ യൂഷ്വലി നമുക്കറിയാം, ബേസ്ഡ് ഓൺ ദി റീൻഫോഴ്സ്മെന്റ് ദാറ്റ് ദി ചൈൽഡ് ഗിവ്സ്, ബേസ്ഡ് ഓൺ ദി എൻവയറമെന്റ് ദാറ്റ് ദി ചൈൽഡ് ഈസ് ബീങ് എക്സ്പോസ് ടു, അതിന്റെ രണ്ടിന്റെ ബേസിലാണ് നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒരു പ്രോഗ്രഷൻ തന്നെ കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പം എങ്ങനെയാണ് പ്രോഗ്രഷൻ എന്ന് നമുക്ക് നോക്കാം. സോ യൂഷ്വലി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് വവൽ ലൈക്ക് സൗണ്ട്സ്. അപ്പം അതുപോലത്തെ വവൽ ലൈക്ക് സൗണ്ട്സ് ആയിരിക്കും ആദ്യം കുട്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. സോ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനാണ് കൂയിങ് എന്ന് പറയുക. ആൻഡ് യൂഷ്വലി ദാറ്റ് ഹാപ്പൻസ് അറൌണ്ട് 2 to 3 months ഓഫ് ദി ടൈം പീരിയഡിലാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഉള്ളത് ഈ വവൽ ലൈക്ക് സൗണ്ട്സിലേക്ക് കുറച്ച് കോൺസണന്റ് ലൈക്ക് സൗണ്ട്സും കൂടെ ആഡഡ് ആവും. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനെയാണ് ബാബിളിംഗ് എന്ന് പറയുക. അപ്പം 4 to 6 months ടൈമിലാണ് നമ്മൾ യൂഷ്വലി ഈ ബാബിളിംഗ് സ്റ്റേജ് നമുക്ക് കാണപ്പെടാൻ പറ്റുക. ആ ഒരു സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന വവൽ ലൈക്ക് സൗണ്ട്സിന്റെ കൂടെ കുറച്ച് കോൺസണന്റ് സൗണ്ട്സ്, കാരണം കോൺസണന്റ് സൗണ്ട്സ് കുറച്ചും കൂടെ എന്താ ടങ്ങിന്റെ പ്ലേസ്മെന്റും ഒക്കെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. സോ ബ, ഡ, അഥവാ ഡഡ, ബബ എന്നുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ഓഫ് ദി എൻറ്റയർ ബക്കൽ ക്യാവിറ്റി ആണ്. അതുകൊണ്ട് ഇറ്റ് ടേക്സ് എ ലിറ്റിൽ മോർ ടൈം ടു പ്രോഗ്രസ് ബൈ. So that happens within the second stage of language development. And then comes one word speech like some nouns. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ സ്പീച്ച് നമ്മൾ ഹോളോഫ്രാസ്റ്റിക് സ്പീച്ച് എന്നാ പറയാം, അല്ലെങ്കിൽ സിംഗിൾ വേർഡ് അട്ടറൻസ് സ്റ്റേജ് എന്നും പറയും. യൂഷ്വലി ഒരു വയസ്സാകുമ്പോഴത്തേക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്പീച്ച് ഉണ്ടാവാറുള്ളത്. അപ്പം ഒരു പെർട്ടിക്കുലർ വേർഡ് ആയിരിക്കും അവർ ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം മിൽക്ക് എന്ന് പറയുക, ബോട്ടിൽ എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു മമ്മ എന്ന് പറയുക, ഒരു പെർട്ടിക്കുലർ വേർഡ് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുക, റാദർ ദാൻ ഗിവിങ് ഔട്ട് എ ലാർജ് അല്ലെങ്കിൽ ഒരു സിംഗിൾ സെന്റൻസ്. ഇപ്പം മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട് മിൽക്ക് എന്നായിരിക്കും അർത്ഥം. അല്ലെങ്കിൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിശപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തോ അങ്ങനത്തെ വേർഡ്സുകൾ വെച്ചിട്ട് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ആർ ദി needs that the child wants എന്നുള്ളതാണ്. So that happens. One particular word would be used to represent an entire idea. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനെയാണ് സിംഗിൾ വേർഡ് അട്ടറൻസ് സ്റ്റേജ് എന്ന് പറയുക. അതിനുശേഷം ഉണ്ടാകുന്ന സ്റ്റേജിന് സിമ്പിൾ സെന്റൻസസ് യൂസിങ് നൗൺസ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ്. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനെയാണ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുക. സോ ദിസ് ഹാപ്പൻസ് അറൌണ്ട് 18 to 24 months, that is around 2 years. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഷോർട്ട് സിമ്പിൾ സെന്റൻസസ് എമേർജ് ചെയ്യും. വോണ്ട് കുക്കി, അല്ലെങ്കിൽ ബിഗ് ഡോഗ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വേർഡ്സ്, റാദർ ദാൻ പുട്ടിങ് ഇൻ എ ലോട്ട് ഓഫ് അഡ്ജക്റ്റീവ്സോ പ്രപ്പോസിഷൻസോ അല്ലെങ്കിൽ കൺജങ്ഷൻസോ ഉപയോഗിക്കുന്നതിന് പകരം ചില 1 or 2 വേർഡ്സ് ആയിരിക്കും അവർ ജനറേറ്റ് ചെയ്യുക. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജാണ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുക. ആൻഡ് ഫൈനലി ഡ്യൂറിങ് 2 to 3 years, അല്ലെങ്കിൽ 2.5-3 years ഓൺവേർഡ്സ് ആയിരിക്കും യൂഷ്വലി ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള സെന്റൻസസ് ഉള്ള ഫോർമേഷൻ നടക്കുക. ഒരു ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള സെന്റൻസസും കുറച്ചുകൂടെ സെന്റൻസസ് ലോങ്ങർ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഡ്യൂറിങ് ദിസ് പ്രീ സ്കൂൾ ഇയേഴ്സ് അപ്പം പ്ലൂറൽസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ടെൻസസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, കറക്റ്റ്ലി ആർട്ടിക്കിൾസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കുറച്ചുകൂടെ ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജാണ്. ഇറ്റ് ഈസ് റീപ്രൊഡ്യൂസ് ഡ്യൂറിങ് ദിസ് പെർട്ടിക്കുലർ സ്റ്റേജ്. So this is how language development or progression happens within a particular child.
The next question is list 1 list 2 match ചെയ്യുക. So ഇവിടെ കുറച്ച് ടെസ്റ്റുകൾ തന്നിട്ടുണ്ട്. അതിന്റെ some descriptions തന്നിട്ടുണ്ട്. So ലൂരിയ നെബ്രാസ്ക ഉണ്ട്, മയേഴ്സ് ബ്രിഗ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ടെസ്റ്റ് ഉണ്ട്, പോർച്ചുഗീസ് മീസ് ടെസ്റ്റ് ഉണ്ട്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഉണ്ട്, അതിന്റെ corresponding ആയിട്ടുള്ള some descriptions തന്നിട്ടുണ്ട്, such as non-pictorial projective test, non-verbal performance test of intelligence, neuropsychological battery testing in industrial and business setting. അപ്പോൾ ഇത് മാച്ച് ചെയ്യുക. എന്തായിരിക്കും ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? The correct option is option 3 എന്ന് പറയുന്നത് ലൂരിയ നെബ്രാസ്ക എന്ന് പറയുന്നത് ഒരു ന്യൂറോസൈക്കോളജിക്കൽ ബാറ്ററിയും മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ is actually used in industries and business settings for testing particularly personality എന്നുള്ളതാണ്. പോർച്ചുഗീസ് മീസ് ടെസ്റ്റ് എന്ന് പറയുന്നത് it is a non-verbal performance test of intelligence എന്ന് പറയാം. And finally word association test is actually a non-pictorial projective test. So ന്യൂറോസൈക്കോളജിക്കൽ ബാറ്ററി എന്തിനാണ് ഉപയോഗിക്കുന്നത്? മേജർലി എന്തെങ്കിലും ബ്രെയിൻ ഡാമേജ് ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്ന കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂറോസൈക്കോളജിക്കൽ ബാറ്ററീസ് ഉള്ളത്. അപ്പോൾ ഒരു തരത്തിലുള്ള ബാറ്ററിയാണ് ലൂരിയ നെബ്രാസ്ക ബാറ്ററി എന്ന് പറയുന്നത്. മയേഴ്സ് ബ്രിഗ് ടെസ്റ്റ് ഇസ് ആക്ച്വലി യുങ്ങിന്റെ ടൈപ്പോളജി, പേഴ്സണാലിറ്റി ടൈപ്സിന്റെ ബേസിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. വൈഡ്ലി യൂസ്ഡ്. ഒരാളുടെ ഒരു പെർട്ടിക്കുലർ പേഴ്സണലിനെ, ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ഒരു സെറ്റിംഗിലേക്ക് ഹയർ ചെയ്യണോ വേണ്ടയോ, ആ പെർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്സുമായിട്ട് ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അലൈൻ ആയിട്ട് പോവോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹയർ റിക്രൂട്ടിംഗ് ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ആണ് മയേഴ്സ് ബ്രിഗ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ബേസ്ഡ് ഓൺ യുങ്സ് ടൈപ്പോളജി എന്ന് പറയാം. ദെൻ ഓപ്ഷൻ സി പോർച്ചുഗീസ് മീസ് എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ നോൺ വെർബൽ ടെസ്റ്റ്. സോ പല മേസുകൾ എടുത്തിട്ടുള്ള ടെസ്റ്റ് ആണ്. സോ ദി പാർട്ടിസിപ്പന്റ് ഹാസ് ടു ഫൈൻഡ് പാത്ത് ഇൻ ദി മേസസ് പ്രൊവൈഡഡ്. സോ ദേ ഹാവ് ടു ഡ്രോ ദി പാത്ത്സ് ഇൻ ദി മേസസ്. സോ it includes a lot of it's a intelligence testing, but again it's a non-verbal testing ആണ്. പ്ലാനിങ്ങും ഫോർസൈറ്റും പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോൺ വെർബൽ ടെസ്റ്റ് ആണ് പോർച്ചുഗീസ് മീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഡി, ദാറ്റ് ഇസ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അപ്പോൾ വേർഡ് അസോസിയേഷൻ മീൻസ് അഗൈൻ ഇറ്റ് ഇസ് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. സോ ഒരു പെർട്ടിക്കുലർ വേർഡിന് അസോസിയേറ്റ് ആയി വരുന്ന എന്ത് വേർഡും ജനറേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് തരുന്നൊരു പെർട്ടിക്കുലർ ടെസ്റ്റ് ആണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അപ്പോൾ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന കോൺഫ്ലിക്ട്സ് ഒക്കെ സർഫസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യുങ്ങിന്റെ തിയോറി ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. കാരണം ഇറ്റ്സ് വളരെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആംബിഗ്വസ് ആയിട്ടുള്ള സ്റ്റിമുലൈ ആണ് വേർഡ്സ് എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് these are given to the clients for eliciting non-verbal unconscious conflicts in the wire. Okay. Yes. The next question is the large scale attempts to identify risk factors that predict the development of certain diseases are known as. Okay, so options include epidemiological studies, cohort studies, cross-sectional studies, and case studies. Illathe edayirikkum correct answer? The correct answer is cohort studies. Okay, so എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ കൊഹോർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഗ്രൂപ്പിനെ ഓവർ ദി ടൈം നമ്മൾ ഓവർസീ ചെയ്ത് പഠിക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റഡിയാണ് കൊഹോർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ഡിസീസിനുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ ഏതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവാൻ സാധ്യത ഫോർ എ പെർട്ടിക്കുലർ ഡിസീസ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്റ്റഡീസ് ആണ് കൊഹോർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത്. എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അംബ്രല്ല ടേം ആണ്, അണ്ടർ വിച്ച് കൊഹോർട്ട് സ്റ്റഡീസ് കം. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ക്വസ്റ്റിന് സെലക്ട് ചെയ്യാത്തത്. പിന്നെ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ സിംഗിൾ പോയിന്റ് ഓഫ് ടൈമിലുള്ള സ്റ്റഡീസിനെയാണ് ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ഒരു ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്തൊക്കെയാണ് ഒരു പെർട്ടിക്കുലർ ഡിസീസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്. കാരണം ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ അവിടെ സ്റ്റഡി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. എന്നാൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ, rather than looking over a particular group and predicting the risk factors for a particular disease അല്ലെങ്കിൽ ഇൽനെസ്. ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് കേസ് സ്റ്റഡീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേസ് സ്റ്റഡീസ് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. So the answer to this particular question is cohort studies. The next question is, which of the following are types of long-term memory? Okay, so long memory classification ഓർത്തിരുന്നാൽ മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ
ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡലും അല്ലാതെ ഉള്ള ഷോർട്ട് ടേം ലോങ് ടേം മെമ്മറീസിന്റെ ക്ലാസിഫിക്കേഷൻസും കൃത്യമായി ഓർത്തിരിക്കുക ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. Okay, so options include echoic memory, non-declarative memory, iconic memory, semantic memory, episodic memory. ഇതിലത്തെ ഏതൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും ലോങ് ടേം മെമ്മറിയുടെ ടൈപ്സ് എന്ന് പറയുന്നത്? The correct answer is BDE, which includes non-declarative memory, semantic memory and episodic memory. എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ആൻസർ വന്നത്? കാരണം എക്കോയിക് മെമ്മറിയും ഐക്കോണിക് മെമ്മറിയും അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡലിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. there's a particular sensory register എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് മെമ്മറി ഉണ്ട് അല്ലേ? അതായത് ഫർദർ ഉള്ള സ്റ്റെപ്സിൽ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ എൻകോഡ് ചെയ്യുന്നൊരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ, നമ്മൾ അറ്റൻഡ് ചെയ്തൊരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ, ഒരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു. ആ ഏത് കാര്യമാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്, അത് നമ്മുടെ വിഷ്വൽ സെൻസസ് വഴിയാണ് നമ്മൾ അറ്റൻഡ് ചെയ്ത് എൻകോഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഐക്കോണിക് മെമ്മറി എന്നും, ഓഡിറ്ററി സെൻസസ് വഴിയാണ് നമ്മൾ അതിനെ എൻകോഡ് ചെയ്യുന്നതെങ്കിൽ എക്കോയിക് മെമ്മറി എന്നാണ് പറയുക. ഇതിന് ആദ്യം ഈ ഇൻഫർമേഷൻസ് പോവുക സെൻസറി രജിസ്റ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൻസറി മെമ്മറി എന്ന് പറയുന്നൊരു സ്റ്റോറേജ് മെക്കാനിസത്തിലാണ്. ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി സ്റ്റോറേജ് മെക്കാനിസം എന്ന് പറയുന്നത് വളരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള മെമ്മറി സ്റ്റോറേജ് ആണെങ്കിൽ പോലും വളരെ കുറച്ച് സമയത്ത് മാത്രമേ അതിൻ്റെ ഡ്യൂറേഷൻ ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ലോട്ട് ഓഫ് ദീസ് മെമ്മറീസ് ആർ ലോസ്റ്റ്. കാരണം ഡ്യൂറേഷൻ അതിന് റീറ്റെയിൻ ചെയ്യാൻ നമുക്കുള്ള കപ്പാസിറ്റി സെൻസറി രജിസ്റ്ററിനില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ റിഹേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സെൻസറി മെമ്മറി ഗോസ് ടു ബി ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ദെൻ ഇറ്റ് മൂവ്സ് ഓൺ ടു മച്ച് മോർ ഓഫ് ആൻ എലാബറേറ്റീവ് റിഹേഴ്സൽ വഴി ഇറ്റ് മൂവ്സ് ഓൺ ടു ദി ലോങ് ടേം മെമ്മറി. ഇതാണ് അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ എന്ന് പറയുന്നത്. സോ സെൻസറി മെമ്മറിയുടെ രണ്ട് ടൈപ്സ് ആണ് എക്കോയിക് ആൻഡ് ഐക്കോണിക് മെമ്മറി. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷനിൽ നമ്മൾ അത് മാത്രം തിരഞ്ഞെടുക്കാതെ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും തിരഞ്ഞെടുക്കുന്നു. സോ സിമാൻറ്റിക് മെമ്മറി എന്താ, എപ്പിസോഡിക് മെമ്മറി എന്താന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്താണ് നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി? സോ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഡിക്ലറേറ്റീവ് മെമ്മറിയും നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയും. ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് എല്ലാ മെമ്മറീസും അതിന്റെ കണ്ടന്റ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റുന്ന മെമ്മറികളിലെയാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുക. അപ്പം ഒരു എന്താണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മുടെ 15th ബർത്ത്ഡേയിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനും എലാബറേറ്റ് ചെയ്യാനും ഡിക്ലെയർ ചെയ്യാനും പറ്റുന്ന കണ്ടന്റ് ഉള്ള മെമ്മറീസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള മെമ്മറികളെ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയും. അതേസമയത്ത് ചില മെമ്മറീസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെയാണ് ആ ഒരു മെക്കാനിസം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഹൗ ടു സ്റ്റിച്ച് എ നീഡിൽ ഓർ സ്റ്റിച്ച് എ ക്ലോത്ത് വിത്ത് എ നീഡിൽ, അല്ലെങ്കിൽ ഹൗ ടു ഡ്രൈവ് എ ബൈസൈക്കിൾ, ഡ്രൈവ് എ കാർ. ഇതൊക്കെ ഇതിന്റെ പ്രോസസ്സുകൾ എന്താണ്? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ കീബോർഡിൽ കുറേ ലെറ്റേഴ്സും നമ്മൾ സ്ഥിരം ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ, ബട്ട് ഹൗ ടു ഇപ്പൊ നമ്മളോട് ഒരു പെർട്ടിക്കുലർ പേപ്പറിലെ എല്ലാ കീബോർഡിലെ ആൽഫബറ്റ്സും അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. because it happens very automatically, unconsciously it happens, the typing procedure എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ അങ്ങനത്തെ മെമ്മറീസിനെ നമ്മൾ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊസീജറൽ മെമ്മറി എന്ന് പറയും. ഓക്കെ, സോ ഈ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി ഇസ് എ ടൈപ്പ് ഓഫ് ലോങ് ടേം മെമ്മറി. അതുപോലെ തന്നെ സിമാൻറ്റിക് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ ടൈപ്സ് ആണ്, വിച്ച് ഇസ് അഗെയിൻ എ ടൈപ്പ് ഓഫ് ലോങ് ടേം മെമ്മറി. സോ അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻസ് BDE തിരഞ്ഞെടുക്കുന്നത്. I hope it's clear. The next question is, because of a history of repeated failures in past, a tendency to fail to act to escape from situation emerges is called, what is it called? Fundamental attribution bias, latent memory, learned helplessness, or actor observer bias. Illa edayirikkum correct answer? So the correct answer is learned helplessness. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് ഏത് ഡിസോർഡർ, ഏത് മെന്റൽ ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൻസർ ആണ് അറിയായിരിക്കോ? The answer is depression. കാരണം learned helplessness എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് was termed out, coined by Martin Seligman. And according to him, നമ്മൾ എന്തൊരു പെർട്ടിക്കുലർ കുറേ ഫെയിലിയേഴ്സ് കിട്ടി, കുറേ നമ്മളെ താഴ്ത്തിയിടുന്ന അല്ലെങ്കിൽ നമ്മളെ ഒട്ടും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്ക് ലൈഫിൽ ഉണ്ടായി എന്ന് തന്നെ കൂട്ടിക്കോ. ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഈവൻ വെൻ നമുക്കൊരു പുതിയൊരു വഴി തുറന്നു തരികയാണ് ടു ആക്ച്വലി സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദിസ് ഫെയിലിയർ ആൻഡ് മൂവ് ഓൺ ടു ദി സക്സസ്, there is high tendency that we would never move on to it because we have learned the helplessness in that particular situation എന്നാണ് മാർട്ടിൻ സെലിഗ്മാൻ പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ്ലി ഡിപ്രസീവ് സിംറ്റംസിന്റെ ഒരു മേജർ റൂട്ടും ലേൺ ഹെൽപ്ലെസ്നെസ് ആണെന്നാണ് ബെക്ക് കൺസെപ്ച്വലൈസ് ചെയ്തിരിക്കുന്ന കാര്യം. സോ സൂയിസൈഡൽ ടെൻഡൻസീസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് സൂയിസൈഡൽ ഇൻറ്റെന്റ് ആൻഡ്
depressive symptoms associate ചെയ്ത് കിടക്കുന്നതെന്നൊക്കെ ഉള്ളത് learned helplessness theory വെച്ചിട്ട് Beck has already explained. Please read about it. Aaron Beck has explained it. Okay, so here there's a famous experiment done where a particular dog was placed in a cage. In the dog ചെയ്താലും there was no way to get out of that environment where it constantly received shocks. Okay, after some time this dog had a chance where on the ഒരു particular സാധനം ഒരു particular barrier ഒന്ന് ചാടിയാൽ മാത്രം മതിയായിരുന്നു ഒന്ന് ആ ഒരു particular shock escape ആവാൻ വേണ്ടി. But the dog never tried later because of its history of repeated failures in the past. It never tried to escape in the later on situation when a particular opportunity opened. ആ ഒരു particular അവസ്ഥ തന്നെയാണ് learned helplessness എന്ന് പറയുന്നത്. This is very much important in symptomatology അല്ലെങ്കിൽ psychopathology വളരെ important ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് learned helplessness. Fundamental attribution bias എന്ന് പറയുന്നത് it's actually a type of attribution bias. എന്താണ് attribution? Attribution എന്ന് പറയുന്നത് ഒരാൾ നമ്മളോട് ചിരിക്കുന്നു, ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്നു, ഒരാൾ നമ്മളെ തട്ടിയിട്ടിട്ട് പോകുന്നു. ആ ഒരു പെർട്ടിക്കുലർ പല ബിഹേവിയേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റീസണിങ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ആൾ അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ തരുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷനെയാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുക. finding out reasons for other people's behavior. അതെല്ലാം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് നമ്മൾ കാണാതിരിക്കുകയും ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ നടന്നത് ആ ഇൻഡിവിജ്വൽ കാരണമാണെങ്കിൽ ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി കാരണമാണ് എന്ന് നമ്മൾ ബയസ് ആയിട്ട് ചിന്തിക്കുന്ന അവസ്ഥയെയാണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ ബയസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഇമാജിൻ യു ആർ ഇൻ എ കോക്ടെയിൽ പാർട്ടി. എന്തെങ്കിലും ഒരു പാർട്ടി തന്നെ ചിന്തിച്ചോ, കോക്ടെയിൽ ആവണം തന്നെയില്ല, എന്തെങ്കിലും ഒരു പാർട്ടിയായിട്ട് ചിന്തിച്ചോ. ആ ഒരു സമയത്ത് എല്ലാവരും അങ്ങനെ തിരക്കാണ്, തിരക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നമുക്കൊരു ഈവൻ ഇഫ് take for example a stranger bumps into you, അറിയാതെ തട്ടിയിട്ടിട്ട് പോകുന്നു. അപ്പം rather than understanding that particular incident ആ ഒരു particular തട്ടിയിട്ട് പോകുന്ന behavior ആ ഒരു overcrowding കാരണം ഉണ്ടായതാണ് എന്ന് മനസ്സിലാക്കാതെ ആ ആള് that particular individual ആ particular stranger is very hostile in nature, is very rude in nature, arrogant in nature എന്ന് നമ്മൾ റീസൺ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ പേഴ്സണാലിറ്റി കാരണമാണ് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായത്, ഈവൻ വെൻ ദർ ആർ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഇൻവോൾവ് എന്നുള്ളൊരു ഐഡിയനെയാണ് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ ബയസ് എന്ന് പറയുക. ദർ ആർ ലോട്ട് മോർ ഡിഫറെന്റ് ബയസസ്. ആക്ടർ ഒബ്സർവർ ബയസ് ഇസ് another example of bias wherein നമ്മൾ ചെയ്യുന്ന എന്തും okay there's another bias called self-serving biases. That's something that you can look into. Okay, these two biases ഞാൻ explain ചെയ്യുന്നില്ല. Try to read more about it. What actor observer biases and self-serving biases. So actor observer biasൽ രണ്ട് ആൾക്കാരുണ്ട്, ഒന്ന് നമ്മളും മറ്റേത് മറ്റേ ഒരാളും എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുക. സോ നമ്മൾ ആക്ച്വലി ആക്ടർ ഒബ്സർവർ ബയസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് എങ്ങനെയാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതിനെങ്ങനെയാണ് ഡിഫറൻഷ്യലി നമുക്കുണ്ടാകുന്ന സക്സസും മറ്റൊരാൾക്കുണ്ടാകുന്ന സക്സസും അല്ലെങ്കിൽ ഫെയിലിയറും എങ്ങനെയാണ് നമ്മൾ റീസൺ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പെർട്ടിക്കുലർ ഐഡിയ ആണ് ആക്ടർ ഒബ്സർവർ ബയസ്. അതുപോലെ തന്നെ ഉള്ള വേറൊരു ഐഡിയ ആണ് സെൽഫ് സെർവിംഗ് ബയസ്. ദീസ് ആർ ഓൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയസസ് ബിക്കോസ് ഓഫ് ആട്രിബ്യൂഷൻ എന്നുള്ളത് ഒരു ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുക. ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് വേർ learning that happens without reinforcement. Okay, but however the learning is hidden until ഒരു reinforcement വരുന്നവരെ learning hidden ആവുന്ന അല്ലെങ്കിൽ learning is later shown എന്ന് പറയുന്ന ഒരു particular kind of learning ആണ് latent learning എന്ന് പറയുന്നത്, which was given by Tolman, and there's a particular concept called cognitive map. Okay, you would have known that particular experiment where rats were arranged in groups A, B, C. A received reinforcement whenever they completed a particular maze. B did not receive reinforcement at all, but rat C received reinforcement only on the 10th day. However, 10th day reinforcement kittiyittu polum the particular learning that they showed was similar to that of rats A. Okay, that means that even when
learning reinforcement was not given for a particular expression of learning to happen. It only happened in the 11th day എന്നുള്ളതാണ്. അതിനു മുൻപ് വരെ ലേണിംഗ് നടന്നിരുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ within our heads there is a cognitive map present എന്നുള്ള ഒരു particular concept explain ചെയ്യുന്ന ഒരു തിയറിയാണ് latent learning എന്ന് പറയുന്നത്. Please read about it. There are also other types of learning apart from the classical and operant conditioning. We have something called insight learning which was proposed by Kohler. അത് ഒന്ന് read ചെയ്ത് നോക്കുക ഈ ഒരു particular context. Okay, so that is what learned helplessness is. Please try to learn. So adonde ee particular option the answer is learned helplessness. Okay, now next question is match list 1 and 2 again. ഒരു particular match the following question ആണ്. So list 1 ile option A is social context of an action has an effect on the type of motivation existing for the action. Option B is people are said to have an optimal level of tension leads to maintain by increasing or decreasing stimulation. Option C, behavior arises from internal drives to push the organism to satisfy physiological needs. Option D, a person's view of himself can affect an individual's perception of success or failure. Idina corresponding theories include self-theory of motivation, drive reduction theory, arousal theory, self-determination theory. In the correct matching order. The correct matching answer is option 3. എങ്ങനെയാണ് നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിയെന്ന് നമുക്ക് നോക്കാം. So self-determination theory എന്ന് പറയുന്നത് which was proposed by Ryan and Dacey. മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ്. In the recent trends നമുക്ക് കാണാം self-determination theory by Ryan and Dacey often asked ആയിട്ടുള്ള ഒരു particular ചോദ്യം in different aspects of it. So please learn about this theory called self-determination theory by Ryan and Dacey. So this particular theory focuses on autonomy. എങ്ങനെയാണ് autonomy environment നമ്മുടെ motivation influence ചെയ്യുക, especially intrinsic extrinsic motivation എങ്ങനെ influence ചെയ്യുക എന്ന് പറയുന്ന ഒരു particular theoryയാണ് self-determination theory. Arousal theory എന്ന് പറയുന്നത് Yerkes-Dodson's law നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. Yerkes-Dodson's law പറയുന്നത് arousal too high അല്ലെങ്കിൽ too low ആയി കഴിഞ്ഞാൽ performance is affected. Optimal performance കിട്ടണമെങ്കിൽ optimum ആയിട്ടുള്ള efficient work കിട്ടണമെങ്കിൽ നമുക്ക് optimum ആയിട്ടുള്ള arousal levels വേണമെന്നാണ് പറയുന്നത്. So arousal theory suggests that we always seek for optimal arousal levels. Too low ആയിട്ടുള്ള arousal boredom ആയിട്ടും too high ആയിട്ടുള്ള arousal stress ആയിട്ട് affect ചെയ്തേക്കാം, which affects the performance of an individual. Drive reduction theory was proposed by Hull, and there are a lot of different postulates Hull has given. Please try to read about it. It's often asked as well. So drive reduction theory by Hull states that internal drives, namakkulla internally ulla drives motivates actions to satisfy physiological needs. So there is a particular kind of postulate aanu within Hull's theory. So നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഡ്രൈവ്സ് കാരണമാണ് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ബിഹേവിയേഴ്സ് നമ്മൾ എടുക്കുക എന്നുള്ള ഒരു പെർട്ടിക്കുലർ തിയറിയാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി. Okay, and then comes self theory that is given by Rogers. So Carl Rogers into definitely the theory where real self, ideal self എന്നുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. He also talks about something called self concept. Okay, so how confident we are about our areas of expertise, how confident we are in our domains of knowledge depends on how we see a particular situation as a success or a failure. So നമ്മുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ് ഹൈ ആണോ ലോ ആണോ എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ മോട്ടിവേഷനെ എങ്ങനെ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് അപ്രോച്ച് ചെയ്യണം ഫോർ സക്സസ് ഓർ ഫെയിലിയർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. സോ അതുകൊണ്ട് തന്നെ സെൽഫ് തിയറി ഹൈലൈറ്റ്സ് ഹൗ സെൽഫ് കോൺസെപ്റ്റ് ഷേപ്സ് മോട്ടിവേഷൻ. Okay, I hope it's clear. The next question, again, this is a particular question from self-determination theory. As I said, it's often asked. Please do read about this theory. Make yourself acquainted with this particular theory. Okay, so Ryan and Dacey's self-determination theory proposed that option A, people have inclination towards spontaneous interest, mastery and exploration. Option B, intrinsic motivation occur when our need for importance and autonomy is satisfied. Option C, this theory explains genesis of needs. Option D, intrinsic motivation is strengthened by goals, deadlines and directives. Option E, there is a spectrum of intrinsic motivation starting from motivation. Okay, so illathe edairikkum correct answer from these options? The correct answer is option
ABE, അതായത് people have inclination towards spontaneous interest, mastery, exploration, intrinsic motivation occur when our needs for importance and autonomy is satisfied. And option E, there's a spectrum of intrinsic motivation starting from motivation എന്നുള്ളതാണ്. So എന്താണ് ഇതിന്റെ ഒരു particular, ഇത് motivation ആണ്, A motivation എന്നുള്ളതാണ്. Okay, so എന്താണ് ഇതിന്റെ explanation നമുക്ക് നോക്കാം. So option E എന്ന് പറയുന്നത്, so definitely this Ryan and Daisy theory നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ it talks about motivation, intrinsic, extrinsic motivation, particularly associated with our needs. Several needs ഉണ്ട്, നമ്മൾ മാസ്റ്ററിയും എക്സ്പ്ലോറേഷനും ഓട്ടോണോമിക്കുള്ള നീഡിന് അടിസ്ഥാനത്തിലാണ് intrinsic motivation ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് particular തിയറിയാണ്. അതുപോലെ തന്നെ again ഓട്ടോണോമി, നമ്മൾ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുക, തന്നെത്താനെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവുക, കേപ്പബിലിറ്റി ഉണ്ടാവുക. സോ autonomy satisfaction fosters intrinsic motivation again. And option E, ഒരു സ്പെക്ട്രം ആണ് ആ മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഒരു ഹൈ, അപ്പോൾ ഇതിനകത്തൊരു പെർട്ടിക്കുലർ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് മോട്ടിവേഷൻ ദാറ്റ് ക്യാൻ ആക്ച്വലി ഷേപ്പ് ആർ എൻറ്റയർ ബീയിങ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ഇയും സെലക്ട് ചെയ്യുക. ഹൗവർ ഓപ്ഷൻ സി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം this entire theory needs എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു generation of needs നെ പറ്റി അല്ല പറയുന്നത്, but rather talks about motivation. And goals and deadlines extrinsic motivation ആണ് increase ചെയ്യുക rather than intrinsic motivation. ഗോൾസും ഡെഡ്ലൈൻസും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ extrinsic motivation ആണ് increase ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും തെറ്റാണ്. Okay. The next question is, which of the following is not a therapy based on classical conditioning? Classical conditioning endana, Ivan Pavlov's very basic aayittulla classical aayittulla theory aanu classical conditioning ennu parayuka. Valare important aayittulla theory aanu. Idinte base il undaya lot of different therapeutic measures undu. That ee following options il edu therapeutic measure aanu classical conditioning il ninnu derived avatha measure ennaanu chodyam. Options include systematic desensitization, exposure therapy, behavioral activation, aversion therapy. That is correct answer. The correct answer is behavioral activation. എവിടെയാണ് നിങ്ങൾ behavioral activation കേട്ടിട്ടുള്ളത്? Actually it is used in CBT model. Okay, so cognitive behavior therapy traditions like കാണുന്ന ഒരു particular kind of technique ആണ് behavioral activation. So ഒരു behavioral experiments എന്ന് പറയുന്ന ഒരു particular concept ഉണ്ട്. നമുക്ക് majorly CBT techniques ഒക്കെ depressive symptoms ഉള്ള patientsനാണ് കൊടുക്കുന്നതെങ്കിൽ ഉണ്ടാവുന്ന irrational thoughts-ഉം negative automatic beliefs എന്ന് പറഞ്ഞ ചില concepts ഉണ്ട് കേട്ടോ. Negative automatic thoughts, അതുപോലെ core beliefs, അത്തരത്തിലുള്ള പോർഷൻസ് എന്താണെന്ന് റിവൈസ് ചെയ്ത് നോക്കുക. സോ അത്തരത്തിലുള്ള തോട്ടുകൾ കാരണം അവർ അവോയ്ഡ് ചെയ്യുന്ന എക്സ്പീരിയൻഷ്യൽ അവോയ്ഡൻസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായേക്കാം. അതായത് അവർക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ബിക്കോസ് ഓഫ് ദെയർ കോർ ബിലീഫ്സ്, ബിക്കോസ് ഓഫ് ദെയർ ഇറാഷണൽ തോട്ട്സ്, ബിക്കോസ് ഓഫ് ദെയർ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് they may have avoided. Okay, so ആ പെർട്ടിക്കുലർ കോൺസെപ്റ്റ്സിനെയൊക്കെ നമ്മൾ റീജനുവേറ്റ് ചെയ്യുക, റീവൈറ്റലൈസ് ആക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ, ഒന്നുകൂടെ പുനർജനിപ്പിക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ബിഹേവിയറൽ ആക്ടിവേഷൻ. ആക്ടിവേറ്റിംഗ് ദ ബിഹേവിയേഴ്സ് that were once important to you but now it has been experientially avoided because of the core beliefs and irrational thoughts within you. It's actually based on operant conditioning rather than based on classical conditioning. Behavioral activation majorly looks into നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാനുള്ള ബിഹേവിയറൽ എക്സ്പെരിമെന്റ്സ് പോലത്തെ പല ടെക്നിക്കുകൾ വഴി ഓരോ തവണയും അവരുടെ ഇറാഷണൽ ബിലീഫിനെ കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ്. ഇപ്പം ഐ എം അൺവേർതി ഓഫ് ലവ് എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഐഡിയ ഒരാൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡിവിജ്വൽസിനോട് പറയും, the therapist would ask them to go and prove it. Okay, so they would be put into different field experiments, put into different experiments, situations where there are people around them, and then whenever they get a positive encounter with another person which actually contradicts their irrational belief, that particular idea operant conditioning ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് rather than classical conditioning. അതുകൊണ്ട് തന്നെ ഈ ഒരു particular ഓപ്ഷനിൽ നമുക്ക് behavioral activation തിരഞ്ഞെടുക്കാം which is not based on classical conditioning. Systematic desensitization, as you all know, it works on a particular principle called, what is that particular principle?
reciprocal inhibition. Joseph Wolf എന്ന് പറയുന്ന ഒരു particular researcher or scientist had actually developed this particular technique where you can see നമുക്ക് majorly phobias ആണ് treat ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു particular technique and systematic desensitization. ഇവിടെ എന്താണ് നടക്കുന്നത്? As the word say, you are desensitizing. എന്താണ് desensitization? ഒരു particular കാര്യത്തിനോട് നമുക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ പേടി മാറ്റുക. നമ്മൾ സെൻസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വളരെ പെട്ടെന്ന് അലേർട്ട് ആവുക, പെട്ടെന്ന് ഹൈറ്റൻഡ് ആവുക എന്നുള്ളതല്ലേ സെൻസിറ്റീവ് എന്ന് പറയുക. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് ആ ഒരു പെർട്ടിക്കുലർ ഫിയേർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് ഡീസെൻസിറ്റൈസേഷൻ, സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്ന, അതും സിസ്റ്റമാറ്റിക്കലി. എന്തുകൊണ്ട് അവിടെ സിസ്റ്റമാറ്റിക്കലി എന്നുള്ള ടേം ഉള്ളത്? ബിക്കോസ് ഇൻ ദിസ് പെർട്ടിക്കുലർ പ്രൊസീജിയർ ഒരു ഹൈറാർക്കി ആദ്യം ഡെവലപ്പ് ചെയ്യും. ഏറ്റവും ഫിയേർഡ് ആയിട്ട്, ഏറ്റവും ലീസ്റ്റ് ഫിയർ, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് എ പേഴ്സൺ ഹു ഹാസ് എ ഫിയർ ഓഫ് സ്നേക്സ് ഓർ ഫിയർ ഓഫ് ഹൈറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോബിയാസ് ഉണ്ടല്ലോ. അപ്പം ഏറ്റവും ചെറിയ ലെവൽ ഓഫ് പേടി തോന്നിക്കുന്ന കാര്യം തൊട്ട് ഏറ്റവും വലിയ രീതിയിൽ പേടി തോന്നിക്കുന്ന കാര്യം വരെയുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്യും. ആദ്യം ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ കൂടെ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് JPMR പോലത്തെ ടെക്നിക്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ജേക്കബ്സൺസ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്സുകൾ. വൺ സച്ച് എക്സാമ്പിൾ ഇസ് JPMR. ഇതുപോലത്തെ ടെക്നിക്കുകൾ പഠിപ്പിക്കുകയും ഓരോ തവണയും ഈ ഇൻഡിവിജ്വലിനെ ആ ഒരു പെർട്ടിക്കുലർ ഫിയേർഡ് ഒബ്ജക്റ്റുമായിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പം ഫിയർ തോന്നുവാണെന്നുണ്ടെങ്കിൽ, അറൗസ്ഡ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ റിലാക്സേഷൻ പ്രൊസീജിയറായിട്ട് കപ്പിൾ ചെയ്ത് ലേറ്റർ ഓൺ ആ ഹയസ്റ്റ് ആയിട്ടുള്ള ഫിയേർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലേക്ക് ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിന് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വർക്ക്സ് ഓൺ എ പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾ കോൾഡ് റെസിപ്രോക്കൽ ഇൻഹിബിഷൻ. ഒരേ സമയത്ത് ടു ഒപ്പോസിംഗ് ആയിട്ടുള്ള ഫീലിങ്സ്, ഒപ്പോസിംഗ് ആയിട്ടുള്ള ബിഹേവിയർ ഫിനോമിനൻ നടക്കില്ല എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറാണ് റെസിപ്രോക്കൽ ഇൻഹിബിഷൻ. സോ ഇവിടെ ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് തരത്തിലുള്ള പ്രോസസ്സുകൾ എന്താണ്? ഒന്ന് ഫിയർ ബിക്കോസ് ഓഫ് ദറ്റ് ഒബ്ജക്ട്, ഫോബിക് ഒബ്ജക്ട് എന്നുള്ളതാണ്. ആൻഡ് ദി അതർ വൺ ഇസ് ദ റിലാക്സേഷൻ ദാറ്റ് യു ഗോട്ട് ഫ്രം ദി റിലാക്സേഷൻ പ്രൊസീജിയേഴ്സ് ദാറ്റ് യു ലേൺ. അതുകൊണ്ടാണ് റിലാക്സേഷൻ പ്രൊസീജിയേഴ്സ് കപ്പിൾഡ് ആവുന്നത്. സോ ഈച്ച് ടൈം ദി പേഴ്സൺ ഇസ് എൻകൗണ്ടറിംഗ് എ ഫിയർഡ് ഒബ്ജക്ട്, റിലാക്സേഷൻ പ്രൊസീജിയർ ഷുഡ് ടേക്ക് ഓവർ the feared object. That is the major idea of systematic desensitization. The second option is exposure therapy. So again, ഇവിടെ ഒരു സിസ്റ്റമാറ്റിക്കലി ഒന്നും അല്ല, ബട്ട് റാദർ ഫിയർഡ് ഒബ്ജക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് തെറപ്പിനെയാണ് എക്സ്പോഷർ തെറപ്പി എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി അവേർഷൻ തെറപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മേജർലി ഡി അഡിക്ഷൻ കേസുകളിലാണ് അവേർഷൻ തെറപ്പി ഉപയോഗിക്കുന്നത്. വെൻ ദ പേഴ്സൺ whenever he or she uses alcohol or any kind of a substance that is of concern, ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ വേറൊരു കോൺസിക്വൻസ് ഉണ്ടാവാനുള്ള ഒരു പ്രോബബിലിറ്റിയും കൂടെ കൂട്ടും. സോ ഈച്ച് ടൈം ദി പേഴ്സൺ ടേക്സ് ഇറ്റ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ബിഫോർ ദാറ്റ് ഇറ്റ്സെൽഫ് ദേ വുഡ് ഗിവ് എ പെർട്ടിക്കുലർ തിങ് കോൾഡ് ലാക്സിറ്റീവ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആൽക്കഹോൾ ഡൈജസ്റ്റ് ആവാതെയും അത് പിന്നെ ലേറ്റർ ഓൺ it comes out as a vomiting tendency എന്നുള്ളതാണ്. And that is a negative consequence, ഒട്ടും pleasurable ആയിട്ടുള്ള കോൺസിക്വൻസ് അല്ലല്ലോ. സോ അഗൈൻ ഇറ്റ് വർക്ക്സ് ഓൺ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളൊരു ഐഡിയ ആണ് അവേർഷൻ തെറപ്പിക്കകത്തുമുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് we can see how these are the different therapeutic measures based on classical conditioning. The next question is, which of the following assumptions is not one of the underlying analysis of covariance? അതായത് ANCOVA എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിന്റെ അസംഷൻസ് അല്ലാത്ത ഓപ്ഷൻസ് ഇല്ലാത്ത ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. So the options include within group variance must be appropriately equal. The treatment group should be selected at random from different population. The contribution of variance in the total sample must be additive. There should be a linear relationship between x and y. ഇതിനകത്ത് ആൻസർ ഏതായിരിക്കും? The correct answer is the treatment group should be selected at random from different population. So our random selection or a particular idea is not an assumption of ANCOVA. Okay. So majorly എന്തിനാണ് ANCOVA ഉപയോഗിക്കുന്നത്? ANCOVA എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് കോവേരിയൻസ് ആണ്. മേജർലി ഇറ്റ് ഇസ് ടു അഡ്ജസ്റ്റ് ഡിപെൻഡന്റ് വേരിയബിൾ ഫോർ കോവേരിയൻസ് ടു റിമൂവ് വേരിയബിലിറ്റി ഡ്യൂ ടു ദീസ് കോവേരിയൻസ്. അതായത് കോവേരിയൻസ് കാരണം ഉണ്ടാവുന്ന വേരിയബിലിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടെക്നിക്കാണ് ANCOVA എന്ന് പറയുന്നത്. സോ ഡിപെൻഡന്റ് വേരിയബിളിലാണ് അവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. സോ ANCOVA assumes homogeneity of variance. അതായത് വിത്തിൻ ദ ഗ്രൂപ്പ് വേരിയൻസസ്
approximately equal ആവണം എന്നുള്ളത് ഒരു one of the important assumption ആണ് അൻകോവയുടെ. അടുത്തൊരു particular assumption എന്ന് പറഞ്ഞാൽ additivity of variance components. അതായത് total variance എന്ന് പറയുന്നത് within that particular population should be the variance due to treatment plus variance due to covariate plus error variance. അതായത് ഈ വേരിയൻസുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് വേരിയൻസ് ആണെങ്കിൽ മാത്രമേ അൻകോവ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോവേരിയേറ്റ് അതായത് എക്സ് ആൻഡ് വൈ എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഐഡിയയും ഇവിടെ നമ്മൾ നോക്കുന്നതാണ്. സോ ഓൾ ഓഫ് ദീസ് ആർ അസംഷൻസ് ഓഫ് അൻകോവ ആൻഡ് റാൻഡം സെലക്ഷൻ ഇസ് നോട്ട് it's preferred but it's not an assumption within ANCOVA ennulla idea aanu. You should have to answer this particular question. Final question for the day is the qualitative methods will have the following properties. Option A include they reduce the power differential between researcher and participants. The data is yielded in the form of words, pictures, etc. Different groups of participants are exposed to contrasting level of independent variables. The presence of some variables that affect the behavior systematically altered. Reality is constructed through the process of communication. In the correct answer. The correct answer is option A, B, E, which includes they reduce the power differential between researcher and participants. Option B, the data is yielded in form of words, pictures, and option E, reality is constructed through the process of communication. എന്തായാലും ഈ ഒരു particular answer നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഓപ്ഷൻ സിയും ഡിയും ആയിരിക്കില്ല. കാരണം ഓപ്ഷൻ സിയും ഡിയും ഇറ്റ്സ് ആക്ച്വലി എ പാർട്ട് ഓഫ് experimental research. അതായത് ഇപ്പം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുടെ കോൺട്രാസ്റ്റിംഗ് ലെവൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞ കാര്യമേ ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ഷനിലില്ല. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മാനിപ്പുലേഷനും ഇല്ല. അത് ഇറ്റ് ഇസ് ആക്ച്വലി അസോസിയേറ്റഡ് വിത്ത് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. അതുപോലെ തന്നെ ഓൾട്ടറേഷൻ ഓഫ് വേരിയബിൾസ് നമുക്ക് ഡെഫിനറ്റ്ലി ഇൻ എ ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി മിക്സ്ഡ് റിസർച്ചിലോ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിലോ ഉപയോഗിക്കാൻ പറ്റും. ബട്ട് വിത്തിൻ quantitative research methods നമുക്ക് alteration of data of variables systematically ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി is also wrong. So അതുകൊണ്ടാണ് ഓപ്ഷൻ എ ബി ഇ ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. because definitely the reality of that particular social phenomenon under study will be only understood by the process of communication with the people around. and communication കാരണം words, picture അതുപോലെ ആയിരിക്കും. rather than numbers, the data, the information is actually put in words, pictures and etc. Definitely the power differential between researcher and participant is also reduced. So the answer to this particular option is A, B and E. Okay. So I hope this particular video is helpful for you all. So continue preparing and we'll see in the next video. Until then, bye.